നൊയമ്പുകാലം 3-ാം വാരം തിങ്കൾ. തിരുവചനം. എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 27-ാം തിരുവചനം. ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത്തിനു വേണ്ടി മാത്രം ഉള്ളതല്ല, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുവെന്നും അവിടുത്തെ സ്നേഹവലയത്തിൽ വിജാതീയരും ഉൾപ്പെടുന്നുവെന്നും യേശു വ്യക്തമാക്കുകയാണ്. യേശു വിജാതീയരായ സെരപ്തായിലെ വിധവയുടെ കാര്യവും സിറിയക്കാരനായ നാമാൻ്റെ കാര്യവും ഉദാഹരണമായി ജനങ്ങളുടെ മധ്യേ അവതരിപ്പിക്കുന്നു. ഒരു ഇടുങ്ങിയ മനോഭാവം നാം അറിയാതെ ചുറ്റുപാടും വ്യാപിച്ചിരിക്കുകയാണ്. വിജാതീയരുള്ള നന്മ കാണാതെ, അവരെ അംഗീകരിക്കാതെ, അവരെ നരകത്തിലെ വിറവുകളായി കണ്ടിരുന്ന പഴയ മനോഭാവം ഒരു പരിധിവരെ ഇന്നും ജനഹൃദയങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ ചരിത്രത്തിന് ഒരു പുതിയ മുഖം നൽകിയ പ്രസിഡൻ്റാണ് എബ്രഹാം ലിങ്കൺ. ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ എതിർത്ത എഡ്വിൻ സ്റ്റാൻറ്റൺ മോശമായ ഭാഷയിലാണ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചത്. എന്നാൽ ലിങ്കൺ പ്രസിഡൻ്റായി മാറിക്കഴിഞ്ഞപ്പോൾ സ്റ്റാൻറ്റനെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പരിഗണിച്ചുകൊണ്ട് വാർ ക്യാബിനറ്റിലെ സെക്രട്ടറിയായിട്ട് നിയമിക്കുകയുണ്ടായി. ദൈവസ്നേഹം അതിർവരമ്പുകളില്ലാത്ത വലിയ സ്നേഹമാണ് എങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ മനോഭാവം വഴി, എൻ്റെ ജീവിതത്തിലെ സമീപനം വഴി ആ സ്നേഹത്തിന് ഞാൻ തന്നെ വേലി കെട്ടണമോ?